അതിശക്തമായ കാറ്റിലും മഴയിലും ആലപ്പുഴ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. തലവടി, എടത്വ, തകഴി പഞ്ചായത്തുകളിൽ വീടുകൾ തകർന്നു. മിക്കയിടങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സവും നേരിട്ടു. ബുധനാഴ്ച പുലർച്ചെ ഉണ്ടായ ശക്തമായ മഴയിലും വീശിയടിച്ച ചുഴലിക്കാറ്റിലും ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അമ്പലപ്പുഴ, തലവടി, തകഴി, എടത്വ പ്രദേശങ്ങളിൽ നിരവധി വീടുകളും വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. തലവടി പഞ്ചായത്ത് 11-ാം വാർഡിൽ മാലിച്ചിറ ശാന്ത, 4-ാം വാർഡിൽ നടുവിലേമുറി കൊച്ചുമോൾ ഓമനക്കുട്ടൻ, തകഴി പഞ്ചായത്ത് 8-ാം വാർഡിൽ കേളമംഗലം അഞ്ചിൽ ആനന്ദവല്ലി എന്നിവരുടെ വീടുകളാണ് തകർന്നത്. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണത്തിലിരിക്കുന്ന ശാന്തയുടെ വീടിനു മുകളിൽ സമീപവാസിയുടെ പുളിമരം കടപുഴകി വീണാണ് വീട് തകർന്നത്. മേൽക്കൂര വാർപ്പ് കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ട വീടിനു മുകളിൽ മരം വീണ് ഭാഗികമായി തകർന്നിട്ടുണ്ട്. കൊച്ചുമോൾ ഓമനക്കുട്ടന്റെ വീടിനു മുകളിലും മരം കടപുഴകി വീണ് ഭാഗികമായി തകർന്നു. കേളമംഗലം സ്വദേശിനി ആനന്ദവല്ലിയുടെ വീട് പൂർണ്ണമായി നിലംപതിച്ചു. തലവടി, കേളമംഗലം, ചെക്കിടിക്കാട്, പച്ച പ്രദേശങ്ങളിൽ നിരവധി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. നിരവധി മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മാന്നാറിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണതോടെ വൈദ്യുതി ബന്ധം തകരാറിലായി. മരം വീണ് മാന്നാർ തൃക്കുരട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മതിൽ തകർന്നു. ചിലയിടങ്ങളിൽ ഗതാഗത തടസ്സവും നേരിട്ടു. തോട്ടപ്പള്ളി തുറമുഖത്ത് ശക്തമായ കാറ്റിൽ 3 വള്ളങ്ങൾ കൂട്ടിമുട്ടി തകരാറ് സംഭവിച്ചു. ഒരു വള്ളത്തിന് കടൽ ഭിത്തിയിലിടിച്ചും തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഈ വള്ളങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ പിന്നീട് കടലിലേക്ക് മാറ്റി. തുറമുഖത്ത് 100 കണക്കിന് വള്ളങ്ങളാണ് നങ്കൂരമിട്ടിരുന്നത്. കാറ്റ് വന്നപ്പോൾ ഒരു 4 വള്ളത്തോളം ഈ ചാരപ്പാട്ടിൽ അടിഞ്ഞു കയറി. വള്ളം ഓടി കയറാൻ, അകത്ത് കയറാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് പുറം കര ഇടുന്നത്. അത് കാറ്റ് കാരണം ആങ്കർ ഉറക്കാതെ അടിഞ്ഞു കയറുകയായിരുന്നു വള്ളം. 3 മണിക്ക് വന്നിട്ട് ഭയങ്കര കാറ്റായിരുന്നു, മഴയും. ആളുകൾ വന്നിട്ടില്ല. ഇവിടെ ആളുകൾ വന്നപ്പോൾ വള്ളമെല്ലാം കല്ലിൻ്റെ പുറത്തിരിക്കുക. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ചുഴലിക്കാറ്റ് ആരംഭിച്ചത്. 1 മണിക്കൂറോളം കാറ്റ് വീശിയടിച്ചു. കാറ്റിന് തൊട്ടുമുമ്പ് അതിശക്തമായ മഴയും പെയ്തിരുന്നു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി പഞ്ചായത്ത് 21-ാം വാർഡിൽ പറാൽ കോലാപ്പറമ്പിൽ മണിയപ്പന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണ് അപകടം. അപകടത്തിൽ വീടും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. ബുധനാഴ്ച പുലർച്ചെ വീശിയടിച്ച കാറ്റിലും മഴയിലുമാണ് മണിയപ്പന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണത്. ഈ സമയം മണിയപ്പനും ഭാര്യ ശ്രീകലയും മകൻ അഭിജിത്തും വീട്ടിലുണ്ടായിരുന്നു. തെങ്ങ് മറിഞ്ഞു വീഴുന്ന ഒച്ച കേട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഭാര്യയ്ക്ക് നടുവിന് നല്ല വിഷയമുണ്ട് സാറേ. അതിനിപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വീട്ടിലെ മുണ്ടുമുറി സാധനം, ഫാനും അതുപോലെ TV അതുപോലുള്ള സാധനങ്ങളെല്ലാം പൂർണ്ണമായി നശിച്ചു. അലമാരി എല്ലാം പൊട്ടിപ്പൊളിഞ്ഞെല്ലാം പോയി, എല്ലാം കിടക്കുക. തെങ്ങ് വീടിന് മുകളിലേക്ക് വീണതോടെ മേൽക്കൂര ഉൾപ്പെടെ വീട് പൂർണ്ണമായും തകർന്നു. TV, അലമാര തുടങ്ങിയ വീട്ടുപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. റവന്യൂ അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്ന് വാർഡ് മെമ്പർ പുഷ്പവല്ലി വാസപ്പൻ പറഞ്ഞു. വാഴപ്പള്ളി പഞ്ചായത്തിൽ ഇത്രയും നാൾ ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് ഇന്നുവരെ ഇതുപോലൊരു സംഭവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വെളുപ്പിനെ 4:30 ആയപ്പോൾ ഈ വീട്ടിൽ നിന്ന് അവരുടെ കയ്യിൽ നമ്പറില്ല. എന്നിട്ട് അടുത്ത വീട്ടിൽ നിന്ന് നമ്പർ വാങ്ങിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെര മുഴുവൻ പോയിരിക്കുക, ഇവിടെ വരാം. അപകടം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റു കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതനുസരിച്ച് അന്നേരം തന്നെ ഞാൻ ഓട്ടോയിലൂടെ വന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. വില്ലേജ് ഓഫീസറെ വിളിച്ചു, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു. താലൂക്കിൽ അവർ വിവരം അറിയിച്ചിട്ട് അവർ 3 കൂട്ടരും വന്നിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു പാളിച്ചയില്ലാതെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. തഹസിൽദാർ നിജു കുര്യൻ, LR തഹസിൽദാർ ലാലുമോൻ ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയകുമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. വകുപ്പ് മന്ത്രിയായി 3.5 വർഷം ആകുമ്പോഴും സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങളെക്കുറിച്ച് തന്നോട് വ്യക്തിപരമായി ആരും പരാതി പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. WCC അടക്കമുള്ള സംഘടനകൾ പൊതുവായി ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ ചെങ്ങന്നൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴായിരുന്നു മന്ത്രി സജി ചെറിയാൻ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഞാൻ മന്ത്രിയായി ഇപ്പോൾ 3.5 വർഷമായി. ഒരു പരാതി ഈ പറയുന്നത് ഒരു ആർട്ടിസ്റ്റിന്റെ ഭാഗത്ത്. എന്നാൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന WCC അടക്കമുള്ള സംഘടനകൾ ചില കാര്യങ്ങൾ മന്ത്രി എന്ന നിലയിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തിപരമായി ആരുടെ പരാതി കിട്ടിയില്ലെങ്കിലും സംഘടനകൾ നൽകിയ പരാതികൾ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുള്ളവരുമായി ചർച്ച നടത്തുന്ന തീരുമാനത്തിലേക്ക് എത്തി. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമ കോൺക്ലേവ് വേണം
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് കൂടി ആശയവിനിമയം നടത്തി അങ്ങനെ സിനിമ കോൺക്ലേവിലേക്ക് പോകണം തീരുമാനിച്ചു. ആ കോൺക്ലേവ് എന്ന് പറയുന്നത് വെറും ഒരു ചർച്ച മാത്രമല്ല, 3 ദിവസക്കാലം എല്ലാ പ്രമുഖരായ ആളുകളെല്ലാം, ഇപ്പോൾ സിനിമ നടന്മാരുടെ മേഖല എന്നുള്ളവർ, നടിമാര്, മറ്റ് ടെക്നീഷ്യൻ മേഖല എന്നുള്ളവർ, എല്ലാ മേഖലയിലുള്ള സീരിയൽ സിനിമ രംഗത്തുള്ളവർ പങ്കെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം. കാരണം കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ വലിയ തരത്തിൽ മുന്നേറുക. ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ, കാലത്ത് ഏറ്റവും കൂടുതൽ പണം റിലീസ് ചെയ്ത വർഷമാണ്, ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായ വർഷമാണ്. സിനിമാ മേഖലയെ വളരെ പ്രാധാന്യത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് മേഖലയിൽ നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന കുട്ടികളെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ബാലവേല ചെയ്യിക്കുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗം എൻ സുനന്ദ. നിയമം ശക്തമായി നടപ്പാക്കിയാൽ മാത്രമേ ബാലവേല പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയൂവെന്നും അവർ പറഞ്ഞു. ബാലവേല, ബാലവിവാഹം നിർമ്മാർജ്ജനം സംബന്ധിച്ച് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കോട്ടയം നാഗമ്പടം സീസർ പാലസ് ഹോട്ടൽ ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല കർത്തവ്യവാഹകരുടെ മേഖലാതല കൂടിയാലോചനാ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൻ സുനന്ദ. രാജ്യത്ത് ബാലവേലയും ബാലവിവാഹവും തീർത്തും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പവും അല്ലാതെയും എത്തുന്ന കുട്ടികളെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് 18 വയസ്സ് പിന്നിട്ടുവെന്ന് കാട്ടി തൊഴിൽ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടിയും എടുത്തിട്ടുണ്ട്. നിയമം ശക്തമായി നടപ്പാക്കിയാൽ മാത്രമേ ബാലവേല പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാനാവൂ. 100% ബാലവേല, ബാലവിവാഹമുക്തമാക്കി കേരളത്തെ മാറ്റാനാകുമെന്നും കമ്മീഷൻ അംഗം എൻ സുനന്ദ പറഞ്ഞു. കൂടുതലും നമുക്കിപ്പോൾ അറിയാം. കാര്യം കേരളത്തിൽ ബാലവേല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. കാര്യം നമ്മുടെ മലയാളികളുടെ ഇടയിൽ കുട്ടികൾക്ക് കൃത്യസമയത്ത് അത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം നമുക്കറിയാം, അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന തൊഴിലാളികൾ കേരളത്തിൽ ഉടനീളം കാണുന്നു. അപ്പോൾ അവരോടൊപ്പം തന്നെ അവരുടെ കുട്ടികളും വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ വരുമ്പോൾ അവർ ബാലവേലയിൽ ഏർപ്പെടുന്നുണ്ട്. പലപ്പോഴും നമുക്ക് CWCയിലൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം. കാര്യം ഫേക്ക് ID വെച്ച് കുട്ടികൾ വരുന്നുണ്ട്. പോലീസുകാർക്കും അറിയാം. കാര്യം ആധാർ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ഫേക്ക് ID-യിൽ 18 വയസ്സ് കാണിച്ചിട്ടാണ്. പക്ഷെ പിന്നീട് അത് അവരെ ഓസിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് മനസ്സിലാവുന്നത് അവർക്ക് 18 പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ പിന്നെ റീപാട്രിയേഷൻ നടത്തേണ്ടി വരും. അവരുടെ ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്ന ആ സ്ഥലത്തേക്ക് റീപാട്രിയേഷൻ നടത്തുകയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് ലോ എൻഫോഴ്സ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് നമുക്ക് തടയാൻ പറ്റുകയുള്ളൂ. കമ്മീഷൻ അംഗങ്ങളായ TC ജലജ മോൾ, ഡോക്ടർ F വിൽസൺ എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലാതല കർത്തവ്യവാഹകരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഈ ജില്ലകളിൽ നിന്നുള്ള വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പൊതുജന പരാതി പരിഹാര ജില്ലാ അദാലത്ത് വ്യാഴാഴ്ച നടക്കും. തീർപ്പാകാതെ കിടക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ SDV സെന്റിനറി ഹാളിൽ നടക്കുന്ന അദാലത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്, MPമാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. രാവിലെ 8:30 രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ തദ്ദേശ അദാലത്ത് നടന്നു വരികയാണ്. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് വെച്ച് 16-ാം തീയതി നടക്കുകയുണ്ടായി. ആലപ്പുഴ ജില്ലയിലെ നാളെ അതിന്റെ തുടക്കം കുറിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാതലത്തിൽ വിപുലമായിട്ടുള്ള സംഘാടക സമിതി നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞു. ആ സംഘാടക സമിതി 9/8/2024 നമ്മൾ രൂപീകരിക്കുകയും അതിനടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവിധ സബ് കമ്മിറ്റികൾ 7 ഉപസമിതികളടക്കം വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് കുറ്റമറ്റതും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഈ തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് പരാതികൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് നമ്മൾ കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ
അത് 17-ാം തീയതി വരെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ഈ പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള പ്രചരണം നമ്മുടെ ജില്ലയിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടത്തിയിരുന്നു. തദ്ദേശ അദാലത്തിലേക്ക് നിലവിൽ 797 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ആകെ ലഭിച്ച അപേക്ഷകളിൽ 74 എണ്ണം ജില്ലാ സമിതിക്ക് എസ്കലേറ്റ് ചെയ്ത് ലഭിച്ചതും 36 എണ്ണം സംസ്ഥാനതല പരിഗണനയ്ക്ക് അയച്ചതുമാണ്. ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ KG രാജേശ്വരി, ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, C അലക്സ്, CV സുനിൽ എന്നിവർ പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബണ്ണിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്ന 20 ഗ്രാം MDMA-യുമായി യുവാക്കളെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും ചങ്ങനാശ്ശേരി പോലീസും ചേർന്ന് പിടികൂടി. ബംഗളൂരുവിൽ നിന്നും അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിക്കൊണ്ടുവന്ന ലഹരി മരുന്നാണ് പോലീസ് സംഘം പിടിച്ചെടുത്തത്. ഒന്നുമില്ല എടുക്കടാ ആ ഭാഗിനകത്തും എല്ലാം ഇവര് തപ്പിയതാ, മൊത്തം തപ്പിയതാ, അരിച്ചു വാരി തപ്പിയതാ. ഇത് മാത്രമേ ഉള്ളൂ. സംഭവവുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി പുഴവാത് കോട്ടച്ചിറ വീട്ടിൽ അമ്പാടി ബിജു, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം തൂപ്പിൽ താഴെയിൽ വീട്ടിൽ TS അഖിൽ എന്നിവരെയാണ് ചങ്ങനാശ്ശേരി DYSP വിശ്വനാഥിൻ്റെയും ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ബുധനാഴ്ച രാവിലെയാണ് പ്രതികൾ പോലീസ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നും പ്രതികൾ ലഹരിയുമായി എത്തുന്നതായി ലഹരി വിരുദ്ധ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചങ്ങനാശ്ശേരി പെരുന്ന NSS കോളേജിന് സമീപം പ്രതികളെ കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയം പ്രതികൾ അന്തർ സംസ്ഥാന ബസ്സിൽ ഇവിടെ വന്നിറങ്ങി. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവരുടെ പശ്ചാത്തലമടക്കം പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് സംഘം അറിയിച്ചു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റിയിലെ വനിതാ ജീവനക്കാർ ആലപ്പുഴയിൽ സമരം നടത്തി. വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU വനിതാ വിഭാഗമാണ് സമര രംഗത്ത് ഇറങ്ങിയത്. വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ആലപ്പുഴ സൗത്ത്, നോർത്ത് ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത്. യൂണിയൻ ജില്ലാ വനിതാ വിഭാഗം കൺവീനർ PS ഷീജ അധ്യക്ഷയായി. സംസ്ഥാന കമ്മിറ്റി അംഗം TP രാജിമോൾ വിശദീകരണം നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 14 സ്ഥലത്താണ് ശരീരത്തിലെ മുറിവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണട കുത്തി കണ്ണിൽ കയറി കണ്ണീന് വരെ രക്തം വരുന്നൊരവസ്ഥ, സ്വകാര്യ ഭാഗങ്ങളിൽ രക്തം വരുന്നൊരവസ്ഥ, താടിയെല്ലാം, മൂക്ക്, കവിള്, ഇടം തോള് ഉൾപ്പെടെ കാലിലെ അസ്ഥി വരെ ഒഴിച്ചിരിക്കുന്നൊരവസ്ഥ. അതിക്രൂരമായി കൊലപ്പെടുത്തിയാണുണ്ടായത്. എന്നിട്ടും ആ കോളേജിലെ പ്രിൻസിപ്പാൾ പറയുന്നത് ഒരു ആത്മഹത്യയാണെന്ന്. ശക്തമായ പ്രതിഷേധം. ഇത് വനിതകളെന്നല്ല, കൽക്കത്തയിലെ മുഴുവൻ മെഡിക്കൽ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ശക്തമായി പ്രതിഷേധിച്ചതിന്റെ ഫലമായാണ് ഇനി അതിദാരുണ സംഭവം നമ്മളെ പോലുള്ളവർക്ക് അറിയാൻ സാധിച്ചത്. നിരന്തരമായി സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയാണ്. പല കാലങ്ങളിലായി അവർക്ക് നമ്മുടെ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ വർഷങ്ങളായി നമ്മുടെ മേഖലയിലും അല്ല നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സംഘടിപ്പിച്ചതിന്റെ ഫലമായാണ് ഇത്രയും അവകാശങ്ങൾ നമ്മൾ നേടിയെടുത്തത്. എങ്കിൽ പോലും ഇപ്പോഴും ഇത്രയും ദാരുണ സംഭവങ്ങൾ ആവർത്തിച്ചു പോവുകയാണ്. യൂണിയൻ ജില്ലാ സെക്രട്ടറി BS ബെന്നി, ജില്ലാ വനിതാ കമ്മിറ്റി അംഗം ആമിന ബീവി, M സജീന, B സുമേഷ്, DM മായ എന്നിവർ സംസാരിച്ചു. മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ 19-ന്. കേരളത്തിലെ പ്രമുഖ 12 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 40ഓളം കളിവള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ മാസം 19-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് വ്യാഴാഴ്ച നടത്തുവാനാണ് ജലോത്സവ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് കൂടിയ ജനറൽ ബോഡി യോഗത്തിലാണ് ഈ ജലോത്സവം സെപ്റ്റംബർ 19-ന് നടത്തുവാനായിട്ട് തീരുമാനിച്ചത്. കേരളത്തിലെ പ്രശസ്തങ്ങളായ 12 ചുണ്ടൻ വള്ളങ്ങളും 9 ഉപ്പുവള്ളങ്ങളും ഉൾപ്പെടെയുള്ള കളിവള്ളങ്ങൾ ഈ ജലമേളയിൽ പങ്കെടുക്കും. നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്ന ഫൈനൽ സംവിധാനത്തിൽ വരുന്ന ചുണ്ടൻ വള്ളങ്ങൾ വിയപുരം ചുണ്ടനും, നെരണം ചുണ്ടനും, മേപ്പാടം ചുണ്ടനും, കടവിൽ ചുണ്ടനും, അങ്ങനെ തലവടി ചുണ്ടൻ, കാരിച്ച, ഇങ്ങനെ എല്ലാ പ്രശസ്തമായ വള്ളങ്ങളെല്ലാം തന്നെ നെഹ്റു ട്രോഫിയോടൊപ്പം തന്നെ ഈ ജലമേളയിലും പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ട്രയൽ റണ്ണൊക്കെ നടത്തുകയുണ്ടായി. പക്ഷേ
ദുഃഖകരമായ ഒരു സത്യം, വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ നമ്മൾക്കെല്ലാവർക്കും അതിയായ ദുഃഖമുണ്ട്. ഓണക്കാല ജലമേളകളോടനുബന്ധിച്ച് നടക്കുന്ന ഈ ജലോത്സവത്തിൽ കേരളത്തിലെ പ്രശസ്തങ്ങളായ 12 ചുണ്ടൻ വള്ളങ്ങളും 9 ഒന്നാം ഗ്രേഡ് വെപ്പ് വള്ളങ്ങളും ഇരുട്ടുകുത്തി, ഓടി, ചുരുളൻ കമ്പനി വള്ളങ്ങളും 6 മുള പള്ളി ഓടങ്ങളും ഉൾപ്പെടെ 40ഓളം കളിവള്ളങ്ങൾ പങ്കെടുക്കും. ജലോത്സവത്തിന്റെ ഇടവേളയിൽ ഇന്ത്യൻ നേവിയുടെ വ്യോമാഭ്യാസ പ്രകടനവും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജലോത്സവത്തിന്റെ നടത്തിപ്പിനായി മന്ത്രി സജി ചെറിയാൻ, എംപിമാരായ ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, മാത്യു ടി തോമസ് MLA, പ്രൊഫസർ PJ കുര്യൻ, സ്വാമി വിശുദ്ധാനന്ദ എന്നിവർ രക്ഷാധികാരികളായി പ്രവർത്തിക്കും. ജലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി 101 അംഗ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് N. ശൈലാജ്, KP സോമരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് SNDP യോഗം കുട്ടനാട് സൗത്ത് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംയുക്ത ഘോഷയാത്രയും പൊതുസമ്മേളനവും നടത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർവമത പ്രാർത്ഥനാ സമ്മേളനവും ഇതോടൊപ്പം ചേർന്നു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് പച്ച ചുടുകാട്ടിൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുസമ്മേളനം SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ പച്ചയിൽ സന്ദീപ് അധ്യക്ഷനായിരുന്നു. യൂണിയൻ കൺവീനർ അഡ്വക്കേറ്റ് P. സുപ്രമോദം ജയന്തി ദിന സന്ദേശം നൽകി. തുടർന്ന് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ മതപ്രതിനിധികളായ അഡ്വക്കേറ്റ് നാസർ പൈങ്ങാമഠം, ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ, സുജിത് തന്ത്രികൾ എന്നിവർ നേതൃത്വം നൽകിയ സർവമത പ്രാർത്ഥനാ സമ്മേളനം നടന്നു. സമ്മേളനത്തിന് ശേഷം 40 ശാഖകളിൽ നിന്നുള്ള 5000ഓളം പീതാംബരധാരികൾ അണിനിരന്നുകൊണ്ടുള്ള വർണ്ണപ്പകിട്ടാർന്ന ഘോഷയാത്ര പച്ച ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് എടത്തുവ ടൗണിൽ എത്തി വെട്ടുതോട് പാലത്തിന് സമീപം സമാപിച്ചു. യൂണിയൻ കൗൺസിലർമാരായ സന്തോഷ് വേണാട്, ഉമേഷ് കൊപ്പാറ, നിമ്മി ജിജി, പോഷക സംഘടനാ ഭാരവാഹികളായ വികാസ് വി ദേവൻ, CP ശാന്ത, ഉണ്ണി ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി. SNDP യോഗം 1552 ശാഖകളായ കൃഷ്ണപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലും പുളിങ്കുന്ന് പടിഞ്ഞാറ് വിജ്ഞാനേശ്വര ക്ഷേത്രത്തിലും നടന്ന ചടങ്ങുകളിലേക്ക്. നാരകത്ര കൃഷ്ണപുരം SNDP യോഗം 3-ാം നമ്പർ ശാഖ കൃഷ്ണപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ 5:30-ന് ഗണപതി ഹോമത്തോടെയാണ് ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഗുരുപൂജ, ഗുരുപുഷ്പാഞ്ജലി എന്നിവയ്ക്ക് ശേഷം 8-ന് ശാഖാ പ്രസിഡന്റ് PP റെജി പതാക ഉയർത്തി. ഉച്ചകഴിഞ്ഞ് 3-ന് ഘോഷയാത്രയ്ക്ക് ശേഷം ജയന്തി സമ്മേളനം ചേർന്നു. ശ്രീനാരായണ തീർത്ഥർ സ്മാരക മന്ദിര ഉദ്ഘാടനം, സ്കോളർഷിപ്പ് വിതരണം, അനുമോദന ചടങ്ങുകൾ എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു. ശാഖാ പ്രസിഡന്റ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു. ഇത് നമ്മൾ സഹായത്തിന്റെ പരിപാടിയായിട്ടല്ല, അല്ലെങ്കിൽ പോലും ഇത് സഹായത്തിന്റെ പരിപാടിയായിട്ട് എടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. ഇത് 5 കരയിലുള്ള ആൾക്കാരുണ്ട് പങ്കെടുക്കുന്നുണ്ട്. ഇവർ ഇത് പഠിച്ച് ഇത് പാടിക്കഴിഞ്ഞാൽ അവരവരുടെ കറികളെ ഇത് പഠിപ്പിക്കുക. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് AG പ്രകാശൻ അധ്യക്ഷനായിരുന്നു. ക്ഷേത്ര മേൽശാന്തി KM സുഭാഷ് ശാന്തികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശാഖാ സെക്രട്ടറി PR ഹരിദാസ്, PC ബൈജു ആർദ്രാഭവൻ, VS ഋഷികേഷ് ശ്രീനിലയം, ലൈല ശിവദാസ്, സിന്ധു പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. വൈകുന്നേരം 5 മുതൽ വനിതാ സംഘം 480ന്റെ നേതൃത്വത്തിൽ ധർമ്മവിഭജിക എന്ന പേരിൽ ആത്മിക കുട്ടനാട് ഗുരുദേവ കൃതികളുടെ സംഗീത സമന്വയം അവതരിപ്പിച്ചു. SNDP യോഗം 1552-ാം നമ്പർ പുളിങ്കുന്ന് പടിഞ്ഞാറ് വിജ്ഞാനേശ്വര ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ 5-ന് നട തുറന്ന് ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. രാവിലെ 8-ന് ശാഖാ പ്രസിഡന്റ് CM സുജിത് പതാക ഉയർത്തി. ഉച്ചകഴിഞ്ഞ് 2:30-നായിരുന്നു തിരുനാൾ ഘോഷയാത്ര. കുട്ടനാട് SNDP യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തികൾ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. SNDP യോഗത്തിന്റെ കൈത്താങ്ങായി 72 ലക്ഷം രൂപയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ കൊടുത്തത്. ഏതാണ്ട് 2 കോടി രൂപ കൊടുക്കണം എന്നാണ് SNDP യോഗം തീരുമാനിച്ചിട്ടുള്ളത്.
അതിൽ നമ്മൾ വയനാട്ടിലെ ആത്മസഹോദരങ്ങൾക്ക് ഒരു അനുശോചനം രേഖപ്പെടുത്തണം എന്ന് തീരുമാനിച്ചപ്പം കുട്ടനാട് SNDP യൂണിയന്റെ കൗൺസിൽ തീരുമാനിച്ച ഒരു തീരുമാനമാണ് ഇത്തരത്തിലൊരു അനുസ്മരണ ഗാനം നമുക്ക് തയ്യാറാക്കണം എന്ന് കണ്ടിരുന്നു. 5 നമ്പർ ശാഖയിലെ ആ ഗാനം നമ്മൾ ആലപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണ് തുടയ്ക്കുന്നതാണ്. അദ്ദേഹം കണ്ണ് തുടയ്ക്കുന്ന അത്ര ഫീലായി പോയി എന്നാണ് അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്. ശാഖ വൈസ് പ്രസിഡന്റ് ഷേർലി പുരുഷോത്തമൻ, സെക്രട്ടറി AS സുരേഷ് കുമാർ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജൂനിയർ അണ്ടർ-19 ഓപ്പൺ ആൻഡ് ഗേൾസ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 24, 25 തീയതികളിൽ നടക്കും. റിലയൻസ് മാളിൽ 14 ജില്ലകളിൽ നിന്നുള്ള പ്രതിഭകൾ കിരീടത്തിനായി മാറ്റുരയ്ക്കും. ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജൂനിയർ അതായത് അണ്ടർ-19 വിഭാഗം ചെസ് ടൂർണമെന്റ് ആലപ്പുഴ റിലയൻസ് മാളിൽ വെച്ച് 2024 ഓഗസ്റ്റ് 24-25 നടക്കുകയാണ്. 2023 ജൂലൈയിലാണ് സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ 2017 നിലവിലുണ്ടായിരുന്ന ചെസ് അസോസിയേഷന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിനെതിരായിട്ടുള്ള കോടതി നടപടികൾ ഒക്കെ ആയിട്ട് 6 വർഷത്തോളം ചെസ് മേഖലയിലുള്ള കുട്ടികൾക്ക് ഗ്രേസ് മാർക്കിനോ സ്പോർട്സ് കോട്ട അഡ്മിഷനോ ഒന്നും സാധ്യമല്ലാത്ത ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ അതിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് വേണ്ടിയിട്ടാണ് ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പം അന്തർദേശീയ തലത്തിലുള്ള താരങ്ങളും ചെസ് മേഖലയിലുള്ള സംഘാടകരും ഉൾപ്പെട്ട 7 അംഗ ടെക്നിക്കൽ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് ശേഷം നടക്കുന്ന 6ാമത്തെ ടൂർണമെന്റായത്. സെലക്ഷൻ ചാമ്പ്യൻഷിപ്പുകളിൽ വിജയിച്ച 4 വീതം മത്സരാർത്ഥികളാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക. 24 രാവിലെ 9 മണിക്ക് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. 25 വൈകിട്ട് 3 KC വേണുഗോപാൽ MP സമ്മാനദാനം നിർവഹിക്കും. വിജയികൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റുകളും പങ്കെടുക്കുന്ന എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും നൽകും. സർട്ടിഫിക്കറ്റുകൾ വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടുന്നതിനും PSC നടത്തുന്ന മത്സര പരീക്ഷകളിൽ ഗ്രേസ് മാർക്ക് നേടുന്നതിനും പ്രയോജനപ്രദമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചെസ് ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ ഡോക്ടർ വിനു ഭാസ്കർ, പ്രവീൺ വിശ്വനാഥൻ, BB സെബാസ്റ്റ്യൻ, S രോഹിത്, S അഫ്സൽ, R ലക്ഷ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ ഏതാനും അറിയിപ്പുകൾ. കോട്ടയം ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിൽ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ 2ാം ഘട്ടത്തിലുള്ള 60 പേർക്കുള്ള അഭിമുഖം PSC കോട്ടയം ജില്ലാ ഓഫീസിൽ ഓഗസ്റ്റ് 29, 30 തീയതികളിൽ നടക്കും. അഭിമുഖത്തിനും വെരിഫിക്കേഷനുമായി ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി അന്നേ ദിവസം രാവിലെ 7:30 ഹാജരാകണം. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിൽ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൗണ്ടിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9052592412 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഹിന്ദി പ്രചാര സഭയുടെ ആലപ്പുഴ കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയത്തിലേക്ക് SSLC പാസ്സായവരിൽ നിന്നും ഹിന്ദി അധ്യാപക കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. +2, BA, BSc, BCom എന്നിവയിൽ ഹിന്ദി മാത്രം പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയം, കേരള ഹിന്ദി പ്രചാര സഭ, ശാഖാ കാര്യാലയം, മുല്ലയ്ക്കൽ ബ്രാഹ്മണ സമൂഹമഠം കോമ്പൗണ്ട്, ആലപ്പുഴ 1 എന്ന വിലാസത്തിൽ അയക്കണം. അപേക്ഷാ ഫോമുകൾ ഓഫീസിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അവസാന തീയതി ഓഗസ്റ്റ് 31. കൂടുതൽ വിവരങ്ങൾക്ക് 9404046293 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6710 രൂപ, പവന് 53,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.